കേരളത്തിലെ നഴ്സിംഗ് പ്രവേശനം ഗവൺമെന്റ് കോളേജുകളിലേക്ക് GNM ആൻഡ് ANM, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്ക് 2026 അപേക്ഷ ആരംഭിച്ചിരിക്കുന്നു. LBSന്റെ വെബ്സൈറ്റിലൂടെയാണ് GNM ആൻഡ് ANM കോഴ്സുകൾക്ക് അപേക്ഷ നൽകേണ്ടത്. ഇന്ന് മുതൽ, അതായത് ജൂലൈ 3 മുതൽ ജൂലൈ 23 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ആരോഗ്യ വകുപ്പിന്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി (GNM), ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി (ANM) കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ജൂലൈ 23 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. GNM, ANM എന്നീ കോഴ്സുകൾക്ക് ഒരു അപേക്ഷ നൽകിയാൽ മതി. അപേക്ഷ സമർപ്പിക്കുമ്പോൾ താൽപ്പര്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. GNM കോഴ്സിന് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ കുറഞ്ഞത് 40% മാർക്കോടെ വിജയിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ഓപ്ഷണൽ വിഷയങ്ങളായും ഇംഗ്ലീഷ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അർഹരായ അപേക്ഷകരുടെ അഭാവത്തിൽ മറ്റ് സ്ട്രീമുകളിൽ നിന്ന് ഹയർ സെക്കൻഡറി വിജയിച്ചവരെയും പരിഗണിക്കും. ബയോ സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് GNM ആൻഡ് ANM കോഴ്സുകളിൽ മുൻഗണന നൽകുന്നതെങ്കിലും കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ മറ്റ് സ്ട്രീമുകളിൽ പഠിച്ച കുട്ടികൾക്കും അപേക്ഷ നൽകാവുന്നതാണ്. സീറ്റുകൾ വേക്കന്റ് ആണെങ്കിൽ ബാക്കി സ്ട്രീമുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് സീറ്റ് നൽകുന്നതാണ്. ANM കോഴ്സിന് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. ഇനി ഇതിന്റെ ഫീസ് പറയാം. അപേക്ഷാ ഫീസ് പൊതുവിഭാഗം, അതായത് ജനറൽ കാറ്റഗറിക്ക് GNM മാത്രമാണെങ്കിൽ 400 രൂപയും ANM മാത്രമാണെങ്കിൽ 300 രൂപയും GNM ആൻഡ് ANM രണ്ടിനും ചേർത്ത് 600 രൂപയുമാണ് ഫീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗം SC/ST കാറ്റഗറിയിലെ കുട്ടികൾക്ക് GNM മാത്രമാണെങ്കിൽ 200 രൂപയും ANM മാത്രമാണെങ്കിൽ 150 രൂപയും GNM ആൻഡ് ANM രണ്ടിനും ചേർത്ത് 300 രൂപയുമാണ് ആകുന്നത്. അപേക്ഷാ ഫീസ് ജൂലൈ 23 വരെ അടയ്ക്കാവുന്നതാണ്. www.lbscenter.kerala.government.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്.